നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് കഴിഞ്ഞപ്പോൾ പുതിയ കോച്ചിന് കീഴിൽ ഇറങ്ങുന്ന മാഞ്ചസ്റ്റർ സിറ്റിക്കും വീണ്ടും യുവേഫ ചാമ്പ്യൻസ് ലീഗിലേക്ക് മടങ്ങിയെത്തിയ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും ലീഗ് ഫേസിലെ എതിരാളികൾ ആരൊക്കെയാണ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളികൾ പാരീസ് സെന്റ് ജർമ്മനും ബാഴ്സലോണയും ഒക്കെയാണ്. PSG-ക്കെതിരെ ഹോം മത്സരമാണെങ്കിൽ ബാഴ്സലോണയ്ക്കെതിരെ എവേ മത്സരമാണ്. അതേസമയം പിന്നെ സ്പോർട്ടിംഗ് CP ആണ് ഒരു എതിരാളി വരുന്നത്, അത് ഹോം മത്സരമാണ്. പോർട്ടോക്കെതിരെ എവേ മത്സരവുമാണ്. 2 പോർച്ചുഗീസ് ക്ലബ്ബുകൾക്കെതിരെ അവർക്ക് കളിയുണ്ട് എന്നർത്ഥം. പിന്നെ നാപ്പോളിക്കെതിരെയാണ് അടുത്ത കളി വരിക, അത് ഹോം മത്സരമാണ്. അതേസമയം ലീപ്സിഗാണ് അടുത്ത ടീം, അത് എവേ മത്സരമാണ്. AEK ഏതൻസിനെതിരെ ഹോം മത്സരം, ലെൻസിനെതിരെ എവേ മത്സരം. ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു ഷെഡ്യൂൾ വരുന്നത്. തീർച്ചയായിട്ടും സിറ്റിയെ സംബന്ധിച്ചിടത്തോളം PSG ഉണ്ട്, ബാഴ്സലോണയുണ്ട്, നാപ്പോളി ഉണ്ട്, മോശമല്ലാത്ത എതിരാളികളുണ്ട്. പക്ഷേ അത്ര കഠിനമാണ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ബാക്കി ടീമുകൾ അത്രത്തോളം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയില്ല. അതേസമയം ഏറെ കാലത്തിന് ശേഷം, കാത്തിരിപ്പിന് ശേഷം ചാമ്പ്യൻസ് ലീഗിലേക്ക് മടങ്ങിയെത്തിയ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ആരൊക്കെയാണ് എതിരാളികൾ നോക്കാം. യുണൈറ്റഡിന് ബയേണും അത്ലറ്റിയുമാണ് പ്രധാനപ്പെട്ട എതിരാളികൾ, ഒപ്പം റോമയുമുണ്ട്. നോക്കാം നമുക്ക് ആരൊക്കെയാണെന്ന്. ബയേണിനെതിരെ അവർക്ക് ഹോം മത്സരമാണ്, അത്ലറ്റിക്കെതിരെ എവേ മത്സരമാണ്, റോമക്കെതിരെ ഹോം മത്സരമാണ്, സ്പോർട്ടിംഗ് CPയോട് എവേ മത്സരം കളിക്കും, ലീപ്സിഗിനെതിരെ ഹോം മത്സരം, VRLനെതിരെ എവേ മത്സരം, സബാഹിനെതിരെ ഹോം മത്സരം, കോമോക്കെതിരെ എവേ മത്സരം. ഇതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു ഫിക്സർ. ബയേണും അത്ലറ്റിയും റോമയും അവർക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തും എന്നർത്ഥം. അത്ര എളുപ്പത്തിൽ മുന്നേറിപ്പോകാൻ യുണൈറ്റഡിന് കഴിഞ്ഞേക്കില്ല. ഏതായാലും മാഞ്ചസ്റ്റർ ടീമുകൾ എത്ര വരെ മുന്നോട്ട് പോകും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.